ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ ഇങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അറിയാതെ ആ സൊസൈറ്റി ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതവരുടെ കുട്ടിക്കാലത്ത് കുഞ്ഞുനാൾ ജനിച്ചപ്പോഴേ കയറുള്ളൂ. ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം അത് കയറും. അപ്പോൾ അത്ര ഡീപ്പ് റൂട്ടായിട്ട് ഈ സാധനം കിടക്കുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നടക്കില്ല. ഈ കണ്ടീഷൻ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ കണ്ടീഷൻ മാറണം. ഈ കണ്ടീഷൻ മാറിയിട്ട് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അത് വരാനൊക്കെ പ്രയാസമാണ്. കണ്ടീഷൻ ആകണം വലിയ പ്രയാസമല്ല. ആ ഒരു ബേസിക് കാംനെസ്സിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇവരുടെ മൈൻഡ് കുറച്ച് സെറ്റിലായതിനു ശേഷം തിരിച്ചിത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പാനിക് എല്ലാം കൂടെ വരില്ല. എത്ര കാലം ഇവർ ഈ ഡ്രീമൊക്കെ കാണും, നൈറ്റ് മേഴ്സൊക്കെ. അപ്പോൾ അത് ഇങ്ങനെ അങ്ങനെ അത് സെറ്റപ്പായി കിടക്കും. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടുവന്ന പോയിന്റിൽ ഈ ചെറിയ ഒരു സമയം, അതുകൊണ്ടാണ് നമ്മൾ ഹൈ അലർട്ടിലാണ് നിൽക്കാൻ. ഭയങ്കര സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അലർട്ട്നെസ് അങ്ങ് പോകും. ചെറിയ സമയം കിട്ടും. അതുകൊണ്ടാണ് ശ്രദ്ധ ഇത് മനസ്സിലാവുള്ളൂ. അറിയാൻ നമ്മൾ പ്രാക്ടീസിലൂടെ അക്വയർ ചെയ്യുന്നത്. അതാണ്. അപ്പോൾ ആ സമയത്തിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാനായിട്ട് പെട്ടെന്ന് നമ്മൾ ഇതിനകത്തോട്ട് മൂഡായി പോകാതിരിക്കാനുള്ള ഒരു സാനിറ്റി നമുക്ക് ഉണ്ടായി വേണം. നേരത്തെ ചെയ്ത് വെച്ചാലേ കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ പെട്ടെന്ന് അതിനകത്തായി പോകും. അപ്പം അതിനകത്ത് ഒരു കാര്യം നമ്മളിപ്പോൾ നോക്കുന്നത് സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റി പോയാൽ ഉടനെ പ്രശ്നം വരും. അതെന്ന് വെച്ചാൽ അത് ഭയങ്കര ഏൻഷ്യൻ സാധനമാണ്. സെക്യൂരിറ്റി പറയുമ്പോൾ രണ്ട് കാര്യം നിൽക്കുന്നുണ്ട്. ഈ രണ്ട് പേര് തമ്മിലാകുമ്പോൾ മറ്റൊരാളുടെ സെക്യൂരിറ്റിയും വരുന്നുണ്ട്, നമ്മുടെ സെക്യൂരിറ്റിയും വരുന്നുണ്ട്. അയാളുടെ സെക്യൂരിറ്റി ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴാണ് അയാൾ പ്രൊവോക്ക് ആവുക. അതോടൊപ്പം അയാൾ ചിലപ്പം ചലഞ്ച് ചെയ്യുന്നത് നമ്മുടെ സെക്യൂരിറ്റി ആയിരിക്കും. രണ്ടും ഒരുമിച്ച് വരികയല്ലേ? രണ്ടും ഒരുമിച്ച്. അതുകൊണ്ടാണ് രണ്ടുപേരും കൺട്രോൾ ഇല്ലാതെ ഒരുത്തര് ചേരെ കൺട്രോൾ കുറച്ചുകൂടെ ഡിലേ ചെയ്ത് കിട്ടും ആ പ്രോഗ്രാം. രണ്ടുപേരും നല്ല പീക്കിൽ നിൽക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ആരെങ്കിലും പിന്നെ മൂന്നാമത് ഒരുവനാണ് പിടിച്ചു മാറ്റുക. അതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. മൂന്നാമത് ഒരുവൻ ഇവിടെ നിന്നോ അവിടെ വന്ന് ചാടുകയും അവൻ നിങ്ങൾ ഇന്നില്ലെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയി കുത്തവൻ വാങ്ങിച്ചോണ്ട് പോവുകയും ചെയ്യും. അതാണ് അത് നമ്മളിപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പിടിച്ചു മാറ്റാൻ പിന്നെ ആ ഒരു ടൈം എന്ന് പറഞ്ഞില്ലേ, ആ ടൈമിൽ നമ്മൾ എങ്ങനെയാണ് ആ ടൈം ഡീൽ ചെയ്യുന്നത്? അപ്പോൾ അതാണ് ആ പോയിന്റിൽ തന്നെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ കൂട്ടി കുറച്ച് വർക്ക് ചെയ്തെങ്കിൽ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചൊരു ബേസിക് സാനിറ്റി ഉള്ള ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നിർത്തണമല്ലോ. അതുകൊണ്ടാണ് പ്രാക്ടീസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാമാക്കിക്കൊണ്ടിരുന്നാൽ അവിടെ ആ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് നമ്മൾ പറഞ്ഞ സെക്യൂരിറ്റി ബേസിക്കായിട്ട് എന്താ, അത് ബേസിക് ഫിസിക്കൽ എക്സിസ്റ്റൻസിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു സ്ഥലം വന്ന സർവൈവൽ മോഡിലോട്ട് നമ്മൾ അറിയാതെ സർവൈവൽ മോഡിലോട്ട് ഇറങ്ങിയിട്ട് ഫൈറ്റ് ചെയ്താൽ അങ്ങനെ സാധിക്കുള്ളെങ്കിൽ അത് ഓടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അത് രണ്ടും ചെയ്യാം. പിന്നെ അത് പോട്ടെ, ഫിസിക്കൽ സാധനം വിട്ടു നമ്മുടെ ബോഡിയാകുമ്പോൾ കൊള്ളില്ല എന്നുള്ള ഒരു അടിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഈ ഇഷ്യൂ മാറത്തില്ല. അവിടെ ചലഞ്ച് കിടക്കാം. കാരണം എന്താ, ഇവൻ നോക്കിയ നോട്ടമൊന്നും പിടിച്ചില്ല. എത്ര അവനൊന്നും പറഞ്ഞിട്ടില്ല. അവൻ ഒരു നോട്ടം ഒന്ന് നോക്കിയോ, കൊള്ളുന്ന നോട്ടം ഒന്ന് നോക്കി, നീ ആരുടാന്നുള്ള തരുമല്ലോ, നീ ആര് നോക്കാം എന്ത് എന്ന് നമ്മൾ ചോദിക്കും. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിനും ഡീപ്പറായിട്ടുള്ള സാധനമാണ് അവിടെ വരുന്നത്. അടി പിന്നെ ഇതിനേക്കാൾ ഡീപ്പറായിട്ടുള്ള സാധനമുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെന്ന് പറഞ്ഞ ആളുകൾക്കാണ് നീ ഈ നമ്പർ കാണിക്കുന്നത്. ഞാൻ ആരെന്ന് വിചാരിച്ചെന്നുള്ളത് പറയുന്നു. ഞാൻ ആരെന്ന് വിചാരിച്ചെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമേജുമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷനാണ്. അപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞു, ഇമേജ് ഇല്ലാതെ നമുക്ക് നിൽക്കാം. പക്ഷേ നമ്മൾ ഇമേജാണെന്ന് തെറ്റിദ്ധരിച്ച് നിൽക്കുമല്ലോ. അല്ലേ? പലപ്പോഴും അങ്ങനെ. അപ്പോൾ ഇമേജാണ് ഞാനെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന മുഹൂർത്തത്തിൽ ഇമേജുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയും അവൻ നീ ആരോടാന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചോ എന്ന് പറയുമ്പോൾ ആ ഇമേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അടിയുണ്ടാക്കാൻ പോകുന്നത്. ഇമേജല്ല ഞാനെന്നുള്ള ഒരു ബോധം ഇങ്ങനെ എവിടെയെങ്കിലും കുറച്ചുണ്ടെങ്കിൽ ആ ബോധം
അടിപൊളി വേണ്ട അത് വിട്ടേക്കാം എന്തോ പറഞ്ഞിട്ട് ഉപരില്ലാത്ത എന്നൊരു ടൈം നമുക്ക് സാധാരണ കിട്ടത്തില്ല. എത്രമാത്രം നമ്മൾ ഈ ഐഡൻറ്റിഫിക്കേഷൻ നിൽക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇമേജുമായിട്ട്. അപ്പോൾ നമ്മൾ വലിയ ആളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതല്ലേ പറയുന്നത്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടില്ല, ഇങ്ങനെയല്ലേ നിൽക്കും, അതോട്ടൊന്നും നോക്കുന്നില്ല. വലിയ വയറൊക്കെ കാണുന്ന ഒരു ആകാശം തന്നെ ഉണ്ടാകും. അതിനകത്തിരുന്നുകൊണ്ട് നമുക്കറിയാം ഇവർ ഭൂമി കാണത്തില്ല, എല്ലാവരും അവർ ആകാശം നോക്കിയിട്ട് നിൽക്കുക. ചിരിയൊക്കെ ചില പ്രത്യേക ചിരികളൊക്കെ ചിരിക്കും. ഒരു ചിരിക്കുന്ന ചിരി ഒന്ന് കള്ളച്ചിരികൾ ഒരുപാട് ചിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു അസംബ്ലിക്കകത്ത്. അപ്പോൾ ഇവരുടെ കൂടെ രാമനായാലും അവിടെ ഉണ്ടായിരുന്നു ആദ്യകാലം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമേജ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് നിലനിൽക്കും. അപ്പം ഒറിജിനൽ ഇമേജ് ഒന്നും അല്ല, ഫാൾസായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആ ഇമേജ് വീണാൽ നമ്മൾ ഗുണമുള്ളത്. അപ്പോൾ നമ്മുടെ വർക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇമേജ് ആണോ ഞാനെന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ നേരത്തെ വർക്ക് ചെയ്യുന്നത്. അത് നേരത്തെ പറ്റുള്ളൂ, അപ്പം പറ്റില്ല. അപ്പോൾ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പം ഞാൻ എന്ന് പറയുന്നത് ആരാണ്, ഇമേജ് ആണോ അപ്പം ആ ഇമേജ് എല്ലാം നമുക്ക് ഉറപ്പ് വന്ന് ഇവൻ പറയുന്ന ആരോ പറയുന്നതാണ്, ആരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിലെ ബുദ്ധൻ്റെ സ്റ്റോറിയിൽ അങ്ങനെ പറയട്ടെ. ബുദ്ധൻ റോഡിൽ കൂടെ പരിവാര സമേതം നടന്നു വരുമ്പോഴത്തേക്കും ഒരുത്തൻ ആവശ്യ ഒരു റോഗ് വന്നിട്ട് ഈ ഒരുപാട് തെറി വിളിച്ചു. ഇയാൾക്ക് ജോലി ചെയ്ത ഒരു ദിവസം മാറിക്കൊണ്ടവനെ 4 തെറി വിളിച്ചു പോകും വെച്ചിട്ട് അപ്പം ജയിച്ചല്ലോ. അതുപോലെ കുറേ പരിപാലനമായിട്ട് വരുന്ന ഒരു തെറിയെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആളായല്ലോ എന്നുള്ള ഒരു ഇമേജാണ് അവനുള്ളത്. അപ്പോൾ അവൻ വന്നാൽ എല്ലാവരും മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഇവരങ്ങോട്ട് പോകുമ്പോഴത്തേ ആളിങ്ങോട്ട് എതിരെ വന്ന് എന്നെ കുറേ ചീത്തങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തിരിച്ചെന്തെങ്കിലും പറഞ്ഞ അടി ഉണ്ടാക്കും. ഇവൻ്റെ സ്വഭാവത്തിൽ തിരിച്ച് അടി ഉണ്ടാക്കും. അപ്പോൾ ഇയാൾ ചുമ്മാ ഒന്നും പറഞ്ഞില്ല ബുദ്ധൻ. അപ്പോൾ ഈ ശിഷ്യന്മാർ കുറേ എണ്ണം ഉണ്ടല്ലോ കൂടെ. അപ്പോൾ ഇവർ വിചാരിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയട്ടെ. അപ്പം ഭയങ്കര അസംബന്ധം കാണിച്ചു, അൺറൈറ്റീസ് ആയിട്ടുള്ള ഒരു ഡീലിംഗ് നടത്തി. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുമുണ്ട് അവിടെ, ആണെങ്കിൽ പഠിപ്പിക്കും. അവർ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഓറഞ്ചുണ്ട്, ആ ഓറഞ്ച് എനിക്ക് തരാണെങ്കിൽ ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ അതെവിടെ ഇരിക്കാൻ വേണ്ടി തന്നെ ഇരിക്കാം. അതാണ് പ്രശ്നം. ഞാൻ എടുക്കുന്നില്ല. അത് ഇത് വലിയ പ്രയാസമാണ്. നമ്മൾ അറിയാതെ എടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഇമേജാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മളല്ലാന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വരുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ആ ഇമേജ് കൊളാപ്സിങ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു ഡെത്ത് എന്നാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സർവൈവൽ മോഡാണ്. ഈ സൈക്കോളജിക്കലായിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബീയിങ് ചത്തുപോകും എന്നുള്ളത് കൊണ്ട് ആ സൈക്കോളജിക്കലായിട്ടുള്ള എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലാണ്. ഫിസിക്കലായിട്ടുള്ളത് വരുന്നു, സൈക്കോളജിക്കലായിട്ടുള്ള എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് വരുന്നു. അവിടെയൊക്കെ നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും വേറെ. ഈ ഫാഷൻ സെക്കൻഡിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മൾ അല്പം ശീലിച്ചെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ ഇത് ചെയ്യാത്തവരാണെങ്കിൽ അതിനകത്ത് പറയും. അതെ, അടി നല്ലോണം കൊള്ളുമെന്ന് കണ്ടുണ്ടായിരുന്നു. അടി കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കിട്ടില്ല, നമുക്ക്